അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് വന്ന് ജോലി ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കുഷ്ഠരോഗ ആസ്പത്രികളിലൊന്നായിരുന്നു അത്. താഴെ ഉണ്ട് ഒരു 10-14 വയസ്സുണ്ട് ഒരു പെൺകുട്ടി കിടക്കുന്നു. ഒരു ദിവസം സുഗത ചേച്ചി വിളിച്ചു. പലരുടെയും കയ്യും കാലമൊന്നും ഇല്ല, ഒക്കെ അലിഞ്ഞു പോയിട്ടുണ്ട്. ഈ പ്രായത്തിൽ സ്കൂളിൽ പോയില്ലെങ്കിൽ പിന്നെ അവരുടെ ഫ്യൂച്ചർ എന്താവും, അവർക്കൊരു ഭാവി ഇല്ലാതെ പോകും. അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് വന്ന് ജോലി ചെയ്യുന്ന സമയത്ത് കോഴിക്കോട് ചേവായൂർ എന്നൊരു സ്ഥലമുണ്ട്. ചേവായൂരിൽ അവിടെ ഒരു കുഷ്ഠരോഗ ആശുപത്രി ഉണ്ട്. എനിക്കൊന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കുഷ്ഠരോഗ ആസ്പത്രികളിലൊന്നായിരുന്നു അത്. ഇപ്പോഴും ഉണ്ട് തോന്നുന്നു അത്. അപ്പം അവിടെ ജോലി ചെയ്യുന്നൊരു മനുഷ്യൻ, അവിടുത്തെ ഒരു സ്വീപ്പറാണ്. ഇയാളെപ്പോഴും ഞങ്ങളുടെ ഇന്ത്യൻ എക്സ്പ്രസ് ഓഫീസിൽ വരുമായിരുന്നു. എന്നിട്ട് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്ത് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ ഇയാൾ എന്നോട് പറഞ്ഞു, സാറേ ഒന്ന് അതുവരെ വന്നാൽ തരക്കേടില്ല, ഒരു കാര്യമുണ്ട്, അതാണ്. ഞാൻ പറഞ്ഞു എന്താ വെച്ചു. പിന്നെ അവിടെ വന്നിട്ട് ഞാൻ പറയാമായിരുന്നു. ഞാൻ പറഞ്ഞു ശരി വന്നു. ഞാൻ എൻ്റെ മോട്ടോർ സൈക്കിൾ എടുത്ത് അവിടെ പോയി ഈ ആസ്പത്രിയിൽ ചെന്നു. അപ്പോൾ അയാൾ പറഞ്ഞു അവിടെ സ്ത്രീകളെ മുഴുവൻ കുഷ്ഠരോഗികളാണ് അവിടെ. അപ്പം അവിടെ സ്ത്രീകൾ കിടക്കുന്ന സ്ഥലമുണ്ട് അവിടെ സാധാരണഗതിയിൽ അങ്ങനെ ആൾക്കാർ പോകാറില്ല. പക്ഷേ സാറായതുകൊണ്ട് ഞാൻ മെല്ലെ കൊണ്ടുപോവാം, എൻ്റെ കൂടെ ഇങ്ങനെ പതുക്കെ വന്നാൽ മതിയായിരുന്നു. ശരി പറഞ്ഞു. ചെന്നു. അപ്പം ഇവരിങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ ബെഡിൽ കിടക്കുന്നുണ്ട്, ഈ സ്ത്രീകൾ കുഷ്ഠരോഗികൾ. പലരുടെയും കയ്യും കാലമൊന്നും ഇല്ല, ഒക്കെ അലിഞ്ഞു പോയിട്ടുണ്ട്. അത്രയും സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസാണ്. ഒരു ബെഡിൻ്റെ അടിയിൽ ഒരു സ്ത്രീ കിടക്കുന്നുണ്ട്, ബെഡിൻ്റെ മുകളിൽ. താഴെ ഉണ്ട് ഒരു 10-14 വയസ്സുണ്ട് ഒരു പെൺകുട്ടി കിടക്കുന്നു. ബെഡിൻ്റെ താഴെ എന്ന് വെച്ചാൽ കട്ടിലിൻ്റെ താഴെ നിലത്ത് കിടക്കുന്നു. അപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു ഇതെന്താ ഇത്. അദ്ദേഹം പറഞ്ഞില്ലേ ഇതെന്താ വെച്ചാൽ മുകളിൽ കിടക്കുന്ന സ്ത്രീൻ്റെ മോളാണത്. ഞാൻ പറഞ്ഞെന്താ ഇവരോട് ചെയ്യുന്നത്. അപ്പോഴാണ് അയാൾ ഈ കഥ പറഞ്ഞിരുന്നത്. അയാളോട് പറഞ്ഞു ഇങ്ങനെ പാലക്കാട് നിന്നാണ് ഇവരുടെ ഭർത്താവ് വെച്ചാൽ. പിന്നെയാണ് ഞാൻ ഇത് കഥ മുഴുവൻ അറിയണത്. ഇവർ കല്യാണം കഴിച്ച് കുറച്ച് കഴിയുന്ന സമയത്ത് പാലക്കാട് ഒരു ഗ്രാമത്തിലായിരുന്നു, കുറേ ഉള്ളോട്ടല്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ കയ്യിലൊക്കെ എന്തൊക്കെയോ കുറേ ഇതിൻ്റെ ലക്ഷണം കണ്ടു തുടങ്ങി. ഈ മറ്റേ പൊരി പോലെ വന്നു, പിന്നെ എന്താ ഒരു മുറിവ് പോലെ ആവാൻ തുടങ്ങി. അപ്പം ഇതൊരു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് അവരെ അടുത്ത് തന്നെയുള്ള ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ അതൊക്കെ നോക്കിയിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇവിടെ വേണ്ട, നിങ്ങൾ ഇവരെയും കൊണ്ടൊന്ന് കോഴിക്കോട് പൊക്കോളൂ എന്നിട്ട് ഇയാളോട് പറഞ്ഞു. അപ്പോൾ ഇവരാണെങ്കിൽ അൺഎഡ്യൂക്കേറ്റഡ്, അതൊന്നും അറിയില്ല അവർക്ക്. ആകെ രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടില്ല, വേറെ ഒന്നും അറിയില്ല അവർക്ക്. ഒരു ശരിക്കുള്ളൊരു ആ ഗ്രാമത്തിലുണ്ടാകുന്ന ഒരു സ്ത്രീ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പം അവിടെ കോഴിക്കോട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവർക്കൊന്നും അറിയില്ല ഇത് എന്തിനാണ് കൊണ്ടുവന്നതെന്നോ എന്താ അസുഖമെന്നൊന്നും അറിയില്ല അവർക്ക്. അപ്പം ഭർത്താവിനെ സൈഡിൽ വിളിച്ചെടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു എനിക്കൊരു സംശയമുണ്ട്, കുഷ്ഠാണെന്ന് തോന്നുന്നു, ലെപ്രസിയാണ് തോന്നുന്നു, പക്ഷെ നിങ്ങൾ ഏതായാലും അവിടെ കൊണ്ടുപോയിക്കോ. ഇവരോട് പറയേണ്ട പറഞ്ഞു, കാരണം പറഞ്ഞാൽ പിന്നെ അവർ വരില്ലേ കൂടെ. അപ്പം അങ്ങനെ അവസാനം ഇയാൾ ഇവരെയും കൊണ്ടുപോയി കോഴിക്കോട്ടേക്ക്, ഈ ലെപ്രസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവരവിടുന്ന് ടെസ്റ്റുകളൊക്കെ നടത്തി കൺഫേം ചെയ്തു ലെപ്രസിയാണെന്ന് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവിടെ അപ്പം ഇയാൾ പറഞ്ഞു, ഇവരോട് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു നീ ഇവിടെ കിടക്ക്, ഞാൻ പോയിട്ടൊരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വരാമെന്ന്. എന്നിട്ട് അയാൾ തിരിച്ച് ഇവിടേക്ക് തന്നെ പോയി, പാലക്കാടേക്ക്. ഇവർക്ക് അപ്പോഴും അറിയില്ല എന്താ അസുഖമൊന്നും അറിയില്ല. അവിടെ കിടന്നു. കുറച്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞു, അപ്പോഴും ഇയാൾ തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഇവർക്ക് അറിയില്ല എന്താണ്. കാരണം ഇവരെ മറ്റേ ഫോൺ ചെയ്യാനോ ഒന്നും ഇവർക്ക് അറിയില്ല. അവിടെ ഫോണും ഇല്ല വീട്ടിൽ. അങ്ങനെ പല പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ കിടന്നു അവരവിടെ. അപ്പം അവസാനം അപ്പോഴേക്കും അവരുടെ കയ്യിലൊക്കെ ഇത് കൂടുതലാവാൻ തുടങ്ങി. കയ്യിലായിരുന്നു ആദ്യം വന്നത് ഈ മറ്റേ വ്രണങ്ങളൊക്കെ. ഇതൊക്കെ ആയി പിന്നെ അവർക്ക് മനസ്സിലായി ഇതെന്തോ കാര്യം. അപ്പം അവിടെയുള്ള ഒരു നഴ്സിനോട് ചോദിച്ചത് എന്താ എനിക്കെന്താ കുഴപ്പമുണ്ട്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് കുഷ്ഠാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരാകെ വളരെ ഡൗണായിപ്പോയി. ഇതൊക്കെ കഴിഞ്ഞ സമയത്ത് അപ്പം ഇവരുടെ കുട്ടിയുണ്ട്, ഒരു ചെറിയ കുട്ടിയാണ്. അന്ന് ആ സമയത്ത് അവൾക്ക് ആകെ 12 വയസ്സ് മറ്റേ ഉള്ളൂ, പെൺകുട്ടിയാണ്. അപ്പോൾ ഈ പെൺകുട്ടി അച്ഛനോട് ചോദിച്ചു മറ്റേ അമ്മയോടെ പോയി. അപ്പോൾ ഇയാൾ പറഞ്ഞത് അമ്മയ്ക്ക് നല്ല സുഖമില്ല, അവിടെ ഒരു കോഴിക്കോട് ഒരു ആസ്പത്രിയിലാണുള്ളത്, കുറച്ച് കഴിഞ്ഞാൽ വന്നോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇവൾക്ക് തോന്നിയത് എന്തോ കുഴപ്പമാണ്. അങ്ങനെ സാധാരണ അങ്ങനെ പറയില്ലല്ലോ, അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പറഞ്ഞു എനിക്ക് അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഇതൊന്നും അഡ്രസ്സ് ഇല്ല എൻ്റെ കയ്യിൽ. എന്തിനാ ചോദിക്കുമ്പോൾ എനിക്കൊരു കത്ത് എഴുതാനായിരുന്നു. ഒരു കത്തൊന്നും എഴുതണ്ട, അവരവിടെ കൊണ്ടുകൊടുക്കൊന്നുമില്ല, കത്തൊന്നും എഴുതിയാലും അവിടെ കിട്ടില്ല പറഞ്ഞു. അപ്പം ഇവള് പിന്നെയും കുറേ പ്രാവശ്യം പറഞ്ഞ സമയത്ത് ഇയാൾക്ക് നിവർത്തിയില്ലായിരുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു അത് അമ്മയ്ക്ക് ലെപ്രസിയാണ്, കുഷ്ഠമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ട, പോയാൽ നമുക്കും പിടിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവൾക്കത് ഭയങ്കര ഇതായിപ്പോയി. അവൾ ആകെ ഇമോഷണലി
ആകെ ഡിസ്റ്റർബ്ഡ് ആയിപ്പോയി ഇവളെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് ഇൻലൻഡ് വാങ്ങിച്ചുകൊണ്ടെന്ന്. അപ്പം എന്നിട്ട് കുഷ്ഠരോഗാസ്പത്രി എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആരോടൊക്കെയോ ചോദിച്ചു അവിടുന്ന് മറ്റേ ഇതെവിടെയാണ് എങ്ങനെയൊന്ന് അഡ്രസ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അഡ്രസ്സ് അറിയില്ല, പക്ഷേ കുഷ്ഠരോഗാസ്പത്രി ചേവായൂരാന്നറിയാം കോഴിക്കോട്. ശരി പറഞ്ഞു. ഇവളവിടെ നിന്നൊരു കത്തെഴുതി അമ്മയ്ക്ക്. മറ്റേ അമ്മേ ഇത് കയ്യിൽ കിട്ടുമെന്നറിയില്ല, പക്ഷേ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എനിക്കൊരു മറുപടി അയക്കണം. അച്ഛൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണെന്ന്, എനിക്കൊന്ന് വരണം, എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പോസ്റ്റ് ചെയ്തു. എന്തോ ഭാഗ്യത്തിന് ഈ കത്ത് കൃത്യമായിട്ട് അവിടെ എത്തി. കാരണം കുഷ്ഠരോഗാസ്പത്രി അവിടുത്തെ ഒരു വലിയൊരു സാധനമായതുകൊണ്ട് കൃത്യമായിട്ട് ആസ്പത്രിയിലെത്തി. അപ്പോൾ സൂപ്രണ്ടിൻ്റെ അടുത്ത് എത്തിയ സമയത്ത് സൂപ്രണ്ട് അത് വായിച്ചു നോക്കി. അപ്പം ഇവരുടെ പേരുണ്ടല്ലോ, അപ്പം അവർക്ക് കൊണ്ടുകൊടുത്തു. ഇവിടുന്നത് അങ്ങനെ മോളുടെ കത്താണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ മറുപടി ഒന്നും വയ്ക്കാൻ പോയില്ല, അതെടുത്ത് സൈഡിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇവളെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു 3-4 ദിവസം കഴിഞ്ഞ സമയത്ത് ഇവള് പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് പാലക്കാട് ടൗണിൽ പോയിട്ട് അവിടെ നിന്നൊരു ബസ് പിടിച്ചിട്ട് കോഴിക്കോട് വന്നു. കോഴിക്കോട് മെയിൻ ബസ് സ്റ്റാൻഡിൽ വന്നു. അവിടെ നിന്നൊരു സിറ്റി ബസ് പിടിച്ചിട്ട് ചേവായൂരെത്തി. ചേവായൂരിൽ നിന്ന് നേരെ ഈ ആസ്പത്രിയിലേക്ക് ചെന്നു. അപ്പം അതിൻ്റെ അകത്തേക്ക് കയറ്റി വിടില്ല, കാരണം അവിടെ വാച്ച്മാനൊക്കെ ഉണ്ട് പുറത്ത്. അപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മയുണ്ട് ഇവിടെ, മറ്റേ കണ്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കരച്ചിലൊക്കെ തുടങ്ങി. അപ്പോൾ വാച്ച്മാൻ പറഞ്ഞു പൊയ്ക്കോ, പക്ഷേ നീ അവിടെ നിന്നാൽ നിനക്കും പിടിക്കുക അസുഖങ്ങളൊക്കെ, അവിടെ നിന്ന് നിൽക്കണ്ട, പോയി കണ്ടിട്ട് തിരിച്ചു വന്നു. അപ്പോൾ തന്നെ ഇവളവിടെ ചെന്നു, അമ്മേനെ കണ്ടു. എന്നിട്ട് ഇങ്ങനെ കരച്ചിലൊക്കെ ആയിരുന്നു. പറഞ്ഞു ഞാനിവിടെ നിൽക്കട്ടെ കുറച്ച് ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് നിവർത്തില്ലായിരുന്നു. ആ സ്ത്രീക്ക് ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അവൾ വേഗം കട്ടിലടിയിൽ കയറി കിടന്നു. അങ്ങനെ അവിടെ നിന്നു. ഒരു 5-8 ദിവസം നിന്നുണ്ടാവുമായിരിക്കും, 8-10 ദിവസം നിന്നുണ്ടാവും. അപ്പോൾ ഞാൻ ആ സമയത്താണ് ഇവൻ എന്നെ കൊണ്ടുപോയിട്ട് കാണിക്കുന്നത്. അപ്പം ലത എന്നാണ് കുട്ടിയുടെ പേര്. അപ്പം ഞാൻ ചോദിച്ചു, ലത ഇവിടെ നിന്നാൽ നിനക്കും പിടിക്കുക അസുഖം, നിനക്കറിയില്ലേ അത്, നീ തിരിച്ചു പോക്കോ പാലക്കാടേക്ക് വന്നു. പറഞ്ഞില്ല ഞാൻ മരിച്ചോളാം, പക്ഷേ ഞാൻ പോയില്ല, അച്ഛൻ്റെ അടുത്തേക്ക് എനിക്ക് പോകണ്ടാവും. ഞാൻ പറയുന്നത് നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം, നീ ഇവിടെ നിൽക്കണ്ടാവും. അപ്പം ഇവൾ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. ശരി പറഞ്ഞു. ഞാനിട്ട് തിരിച്ചു വന്നു. ഇന്ത്യൻ എക്സ്പ്രസ്സിലൊരു ലേഖനം എഴുതി വെച്ചിരുന്നു ഇതിനെ പറ്റിയിട്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഇയാളവിടെ കൊണ്ടുപോയി വിട്ടു, ഈ മൃഗങ്ങളെ തള്ളിവിടുന്ന പോലെ കൊണ്ടുപോയി വിട്ടത്. പിന്നെ വന്നില്ല. ഈ കുട്ടി അവിടെ ഉണ്ട്. ഈ കുട്ടിക്ക് എപ്പോഴാണ് പിടിക്കാമെന്ന് അറിയില്ല, കാരണം കുഷ്ഠം പെട്ടെന്ന് പിടിക്കുന്നൊരു അസുഖമാണ്. അപ്പം അത് കഴിഞ്ഞു ഇതൊക്കെ കൂടെ നിന്നു. അപ്പം ഒരു ദിവസം സുഗത ചേച്ചി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നീ ആ കുട്ടിയോട് പറ. അന്ന് സുഗത ചേച്ചിക്ക് അവിടെ ഒരു സന്നദ്ധ സംഘടനയുണ്ട്, അഭയ എന്നായിരുന്നു പേര്. അഭയ തിരുവനന്തപുരത്താണ്. ഞാൻ അഭയെ കൊണ്ടുവന്നാക്ക്, എന്നിട്ട് ഞാൻ അവളെ നോക്കിക്കോളാം, സ്കൂളിൽ പറഞ്ഞയക്കാം. കാരണം അവൾ ഈ പ്രായത്തിൽ സ്കൂളിൽ പോയില്ലെങ്കിൽ പിന്നെ അവരുടെ ഫ്യൂച്ചർ എന്താവും, അവൾക്കൊരു ഭാവി ഇല്ലാതെ പോകും. എങ്ങനെയെങ്കിലും നീ പറഞ്ഞിട്ട് അവളെ അങ്ങോട്ട് പറഞ്ഞേക്കുക. അപ്പം ഞാൻ പോയിട്ട് അവളുടെ അമ്മയെ കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനെ പറയുന്നുണ്ട്, സുഗത ചേച്ചി പറഞ്ഞിട്ട് നോക്കിക്കോളാം, നിങ്ങൾക്ക് വിരോധമല്ലെങ്കിൽ നമുക്ക് അവളെ അയക്കാതാണ്. ഒരു പറഞ്ഞു എനിക്ക് സന്തോഷമുള്ളൂ, മോനെ കൊണ്ടുപോയിക്കോ, എനിക്കൊരു വിരോധമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയിട്ട് സൂപ്രണ്ടറെ കണ്ടിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ഈ കുട്ടിയെ കൊണ്ടുപോകാം. അപ്പോൾ അയാൾ പറഞ്ഞു അത് പറ്റില്ല, കാരണം എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉത്തരം പറയേണ്ടി വരുന്നു. പേപ്പർ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. നിങ്ങൾ കളക്ടറെ അടുത്ത് പോയിട്ടൊരു പെർമിഷൻ ലെറ്റർ കൊണ്ടുവരാൻ പറഞ്ഞു. ശരി പറഞ്ഞു. ഞാൻ പോയി, അന്നൊരു ഉത്തരേന്ത്യക്കാരനായിരുന്നു കളക്ടർ അവിടെ കോഴിക്കോട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, ഇതൊക്കെയാണ് ഇത്. അപ്പം മൂപ്പര് എന്നെ നോക്കിയിട്ട് പറഞ്ഞു അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ കൊണ്ടുപോകുന്നതിൽ എനിക്ക് സന്തോഷമുള്ള നല്ലൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നത്, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്തെങ്കിലും ആ കുട്ടിക്ക് പറ്റിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങളും ബുദ്ധിമുട്ടിലാവും, ഞാനും ബുദ്ധിമുട്ടിലാവും. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട, നമുക്കതിന് പകരം ഏതെങ്കിലും 2 സ്ത്രീകളെ പറഞ്ഞു. കാരണം ആ കുട്ടിക്കാകുന്ന 13-14 വയസ്സായിട്ടുള്ളൂ അപ്പോഴേക്ക്. അപ്പം ഈ പ്രായത്തിലുള്ളൊരു കുട്ടിയെ നിങ്ങൾ കൊണ്ടുവന്നത് മറക്കണ്ട. എന്ത് പ്രശ്നം ഉണ്ടായാലും ആളുകൾ വേണ്ടാത്തതൊക്കെയാണ് പറയാം. അതുകൊണ്ട് നിങ്ങൾ പോകണ്ട, നമുക്ക് 2 സ്ത്രീകളെ പറഞ്ഞേക്കാൻ കൂടാതെ. ഞാൻ പറഞ്ഞാൽ ശരി, എന്നാൽ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി അയച്ചാൽ തിരക്കില്ല. കാരണം എൻ്റെ ഓഫീസിൽ നിന്ന് എങ്ങനെ അയക്കുക, അവിടെ NGO യൂണിയനൊക്കെ ഉള്ളതല്ലേ, വലിയ പ്രശ്നമാകും. മാത്രമല്ല കുഷ്ഠരോഗാസ്പത്രിയിൽ നിന്ന് വരുന്നൊരു കുട്ടിയെന്ന് പറഞ്ഞാൽ അതിലേറെ ബുദ്ധിമുട്ടാവും, വേറെ വല്ലവരും നോക്കുമായിരുന്നു. അപ്പോൾ ഞാനവിടെ 1-2 മറ്റേ സ്ത്രീ സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു, അവരോടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കിങ്ങനെ അയക്കാൻ ആരുമില്ല ഇവിടുന്ന്, മറ്റേ നല്ല കാര്യമാണെന്നൊക്കെ ശരിയാണ്, പക്ഷേ അയക്കാൻ ആരുമില്ല, എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പിന്നെയും സുഗത ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു എന്താ ഇപ്പം ചെയ്യുക, ഇങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ അവസാനം ഒരു പറഞ്ഞു സാറില്ലേ ഞാൻ നോക്കട്ടെ പറഞ്ഞു. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞ സമയത്ത് ഇവർ കോഴിക്കോട് വിളിച്ചുകൊണ്ട് 2 സ്ത്രീകളെ അയച്ചു കൊടുത്തു. അവർ ഈ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു.
കൊണ്ടുപോയി തിരുവനന്തപുരത്തേക്ക്. അബേയിൽ കൊണ്ട് ചേർത്തി. അബേയിൽ നിന്ന് അവളെ സ്കൂളിൽ കൊണ്ടാക്കി, സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തി. അവൾ അവിടുന്ന് പഠിച്ച് ഒക്കെ ശരിയായി. പിന്നെന്തായെന്ന് എനിക്കറിയില്ല, കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ടച്ചൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അല്ല, അന്ന് ഞാൻ ആലോചിക്കായിരുന്നു കാരണം അന്ന് സുധ ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ, അവിടെ തന്നെ ഈ കുട്ടി കിടക്കുമായിരുന്നെങ്കിൽ തീർച്ചയാണ് ഒരു 2-3 കൊല്ലത്തിനിടയ്ക്ക് ഈ കുട്ടിക്ക് ഈ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുമായിരുന്നു. മിക്കവാറും അവിടെ തന്നെ കിടന്ന് നരകിച്ച് മരിച്ചിട്ടുണ്ടാവുമായിരുന്നു ആ കുട്ടി. അതൊരു വലിയ കാര്യമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട്, ഇതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞു, ഒരു 98 എനിക്ക് 98-97 അട്ടപ്പാടിയില്ലേ, പാലക്കാട് ഒരു അട്ടപ്പാടി എന്നിട്ട് സ്ഥലമുണ്ട് പാലക്കാടിൻ്റെ അടുത്ത്. അപ്പം അവിടെ ഇതേപോലെ തന്നെ ഒരു ട്രൈബൽ ഏരിയ ആണിത്, മുഴുവൻ ഈ ആദിവാസികളൊക്കെയാണ് കൂടുതലുള്ളത്. അപ്പം അവിടെ ഒരിക്കലും അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ആദിവാസികളുടെ കൊലപാതകങ്ങൾ നടക്കുന്നൊരു സ്ഥലം അട്ടപ്പാടിയായിരുന്നു അന്ന്. ഇപ്പം എങ്ങനെയാണെന്നറിയില്ല, അന്ന് അങ്ങനെയായിരുന്നു. അപ്പം കാരണം ഈ പുറമേ നിന്നുള്ള ആൾക്കാർ വരും, ആദിവാസികളല്ലാത്തവർ വരും, ഇവരെ പരമാവധി ചൂഷണം ചെയ്യും. പിന്നെ അതിലെന്തെങ്കിലും എതിർക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കൊന്നുകളയും. ഇങ്ങനെയായിരുന്നു അവസ്ഥ. അപ്പം അതിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന, അവരുടെ പേര് മറന്നുപോയി, മാതാവ് അങ്ങനെ എന്തായിരുന്നു പേര്. അപ്പം അവർ ഒരു 19 വയസ്സുണ്ടാവും, 50-55 വയസ്സുണ്ടാവും അവർക്ക്. അപ്പം അവരിതുപോലെ തന്നെ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാരുമായിട്ട് എന്തോ പറഞ്ഞ് തെറ്റി അവരുമായിട്ട്. ഇത് ഇവരെ ഈ സ്ത്രീയെ ഒരു കത്തിയെടുത്തുനിന്ന് വെട്ടി. അവർ മരിച്ചില്ല, പക്ഷെ അവർക്ക് നല്ല പരുക്കുണ്ടായിരുന്നു. ഇതൊക്കെയായി. പക്ഷെ അത് ഏതൊക്കെയോ മലയാള പത്രങ്ങളിൽ വന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും സുധ ചേച്ചി ഇത് വിവരം അറിഞ്ഞു. അവരവിടെ ചെന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ അവിടെ പോയി അട്ടപ്പാടി ചെന്നവർ ഈ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങളുടെ മുറിവൊന്ന് ഭേദമായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം തിരുവനന്തപുരത്തേക്ക്, നമുക്കവിടെ താമസിക്കാം, ഒന്നും ഉണ്ടാവില്ല, നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങളുടെ ഭക്ഷണം, താമസം, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പണം വേണമെങ്കിൽ പറ്റാവുന്ന പണവും ഞാൻ തരാം, നിങ്ങളവിടെ നിന്നാൽ മതി പറഞ്ഞു. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പ്രശ്നം, നിങ്ങൾക്ക് ജീവൻ തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അവർ സമ്മതിച്ചു ഞാൻ വരാമെന്ന് പറഞ്ഞു. ഇതൊന്ന് ശരിയാക്കി കഴിഞ്ഞിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയായി ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ തിരിച്ചു പോയി. തിരിച്ച് പോകുന്നതിന് മുമ്പ് എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു, ഇങ്ങനെ ഞാൻ വന്നു പോവാണെന്നൊക്കെ പറഞ്ഞു. അവരടുത്ത് ചെന്നു. തിരുവനന്തപുരത്ത് ചെന്ന് 3-ാമത്തെ ദിവസം ഇതേപോലെ ഇവർ ഇറങ്ങി നടന്നതാണ്. ഇവരുടെ കുടിലിൽ നിന്ന്, ചെറിയ കുടിലുകളായി, ഓലക്കുടിലുകളാണ്. ഇറങ്ങി നടന്ന് ഒരു വയലുണ്ട് സൈഡിൽ. വയലിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലെ 2-3 ആൾക്കാർ വന്നു. കയ്യിൽ വലിയ വാക്കത്തി ഉണ്ടായിരുന്നു. വെട്ടി കഷ്ണമാക്കിയിട്ട് 40ഓളം കഷ്ണമാക്കിയവരെ അവിടെ ഇട്ട് കൊന്നു കളഞ്ഞ്. വല്ലാത്തൊരു ദിവസമായിരുന്നു അത്. വല്ലാത്തൊരു പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു ബ്രൂട്ടലായിട്ടുള്ളൊരു കൊലപാതകമായിരുന്നു അത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ സുധ ചേച്ചിയെ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം. പക്ഷേ ഈ 3 കാര്യങ്ങൾ മനസ്സിൽ നിന്ന് പോയില്ല. അത് ഒരു 5-6 കൊല്ലം മുമ്പാണ് സുധ ചേച്ചിയെ അവസാനം കാണുന്നത് അവരുടെ വീട്ടിൽ വെച്ചിട്ട്. അപ്പോഴും സുധ ചേച്ചിക്ക് തീരെ വയ്യായിരുന്നു, ഒരു അസുഖമായിട്ട് കിടക്കുമായിരുന്നു. തീരെ നടക്കാൻ തീരെ വയ്യായിരുന്നു, പക്ഷെ സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, രാജീവ്, എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ഞാൻ ഇനി അധികാരം ഉണ്ടാവില്ല, മിക്കവാറും പെട്ടെന്ന് മരിച്ചു പോകും. പക്ഷെ മരിക്കുന്നതുകൊണ്ട് എനിക്ക് വിരോധം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ പേടിച്ചിട്ടുമല്ല. പക്ഷെ നീ ഒരു കാര്യമുണ്ട്, എല്ലാവരോടും പറയണം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മേത്ത് പുഷ്പചക്രം കൊണ്ടുവന്ന് വെക്കരുത്. അപ്പം ഞാൻ ഇങ്ങനെ ചിരിച്ചു. ഞാൻ പറഞ്ഞു, അതെന്താ വെച്ചു? ഒന്ന് അതൊന്നുമല്ല, ഒരു പുഷ്പചക്രം ഉണ്ടാക്കണമെങ്കിൽ ജീവനോടെയുള്ള പൂക്കളെ മുഴുവൻ മുറിച്ച് കൊന്നിട്ട് വേണം ഒരു പുഷ്പചക്രം ഉണ്ടാക്കാൻ. അതും ഞാൻ എൻ്റെ മരിച്ച ശവത്തിൻ്റെ മുകളിലാണ് അതൊക്കെ വെക്കാനുള്ളത്. അതിലും നല്ലത് ഈ പൂക്കൾ ആ മരത്തിൻ്റെ മുകളിലോ ആ ചെടികളുടെ മുകളിലോ നിൽക്കുന്നതാണ് എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ട് ഞാനിത് പറയുന്നത്. ഒന്ന് പറയണം, അത് ഏതെങ്കിലും തരത്തിൽ ഈ പേപ്പറിൽ എഴുതിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ആരുടെയും പറഞ്ഞാലും, അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായാലും സാഹിത്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നായാലും സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തുനിന്നായാലും ഇതും കൊണ്ടായാലും വരരുതെന്ന് പറയണം. അതിപ്പോഴും മറന്നിട്ടില്ല ഞാനത്.